ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഏവർക്കും ദ സി ഓഫ് നോളജിലേക്ക് സ്വാഗതം. ഞാൻ റനു മേട്ടുംപുറം. നമ്മൾ നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മഴ പെയ്യുന്നതും മിന്നലുണ്ടാകുന്നതുമായ ഒരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിനോടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും. എനേബിൾ ചെയ്യുമ്പോൾ അത് ഓളിൽ ഇടുകയും ചെയ്യുക. അങ്ങനെ ഈ ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതിലേക്ക് ഒരു ന്യൂ കോമ്പോസിഷൻ നോക്കാം. നെയിം റെയിൻ ആൻഡ് ലൈറ്റിംഗ് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് തന്നെ കൊടുക്കാം. ഡയറക്ഷൻ ഒരു 5 സെക്കൻഡ് കൊടുക്കുക. ഫ്രെയിം 30 വെക്കുക. വിത്ത് 1920 പിക്സൽ വെക്കുക. ഹൈറ്റ് 1080 പിക്സലും നോക്കുക. ഓക്കെ കൊടുക്കുക. നമുക്കിനിയും ഇതിലേക്കൊരു ന്യൂ സോളിഡ് എടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ട്രെയിനിന് നെയിം കൊടുക്കാം. ഓക്കെ കൊടുത്തു. ഇതിലേക്ക് നമുക്ക് റെയിൻഫോൾ എന്ന് പറഞ്ഞ എഫക്റ്റ് അടിയാം. ഇതിൽ നമ്മൾ വേറെ ഒത്തിരി സെറ്റിങ്ങുകളൊന്നുമില്ല. ജസ്റ്റ് വിൻഡ് ഒരു 1500 കൊടുക്കാം. ഞാൻ ഓപ്പോസിറ്റ് ഒരു 50 കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് ഇത്രയും സെറ്റിങ് ഇപ്പം മതി. ഇനി ഒരു ന്യൂ സോളിഡ് ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ലൈറ്റനിങ് എന്ന് ജസ്റ്റ് പേര് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. ഇനി നമ്മളിവിടെ ലൈറ്റനിങ് എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ കാണുന്ന ലൈറ്റനിങ് വെർട്ടിക്കൽ എന്നുള്ളത് നമുക്ക് ഈ ലൈറ്റിംഗ് എന്നുള്ള ആ ലെയറിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ലൈറ്റനിങ്ങിൻ്റെ എഫക്റ്റ് വന്നിട്ടുണ്ട്. ഈ ഓറിയനുള്ളത് സെലക്ട് ചെയ്തതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ജസ്റ്റ് ഇച്ചിരി മുകളിലോട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ ഡയറക്ഷൻ എന്നുള്ളതെടുത്ത് വന്നത് നമ്മൾ ഇങ്ങനെയും കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫീല് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പോർട്ട് സെറ്റിങ്ങിൽ വന്നിട്ട് ഈ ടെർമിനേഷൻ ത്രെഷ് ഹോൾഡ് എന്നുള്ളത് വന്നിട്ട് ആദ്യം നമ്മൾ ടൈം ലൈന് 1 സെക്കൻഡ് കൊണ്ടുവരിക. അതിനുശേഷം ഈ ടൈമർ ഓൺ ചെയ്യുക. വാൽവ് 0% ആക്കുക. അതിനുശേഷം ഇനി നമ്മൾ ഇത് 2 സെക്കൻഡിൽ കൊണ്ടുവരിക. ഇതിൻ്റെ വാൽവ് ഒരു 20% ആക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് 5 ഫ്രെയിമിന് ശേഷം അത് 100 ആക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഫീല് കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ലൈറ്റനിങ് സെലക്ട് ചെയ്തിട്ട് T പ്രസ് ചെയ്യുക. നമുക്ക് ഓപ്പോസിറ്റ് ഓണായി വരും. ഇവിടെ നമ്മൾ ജസ്റ്റ് ടൈമിനർ ഓണാക്കി ഇത് 0 ആക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ 29 ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് ഒരു കീ ഫ്രെയിം ഓണാക്കുക. അതിനുശേഷം 1 സെക്കൻഡിൽ കൊണ്ടുവന്നിട്ട് 100 ആക്കുക. ഇപ്പോൾ നമുക്ക് 1 ഫ്രെയിമിന് മുമ്പായിട്ട് ഈ ലൈറ്റിങ് നമുക്ക് കാണത്തില്ല. 1 ഫ്രെയിമിന് ശേഷം മാത്രമേ ഈ ലൈറ്റിങ് നമുക്ക് ഇതിലേക്ക് വരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ 2 സെക്കൻഡും 10 ഫ്രെയിമും കഴിഞ്ഞിട്ട് ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക. 2 സെക്കൻഡ് 20 ഫ്രെയിം കൂടെ കൊണ്ടുവന്നിട്ട് ഓപ്പോസിറ്റ് 0 ആക്കുക. ഓക്കെ, നമ്മുടെ ലൈറ്റിങ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെയറിൽ വന്നിട്ട് ന്യൂ സോളിഡ് ഒന്നൊരു ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് BG എന്ന് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും അടിയിലായിട്ട് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ എഫക്റ്റ് പ്രീസെറ്റ് വന്നിട്ട് റാം എന്ന് ചെയ്യുക. റാം എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് റാം കളർ കിട്ടും. ഓക്കെ, അതിനുശേഷം കീ ഫ്രെയിം 1 സെക്കൻഡിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ കളർ എന്നുള്ളത് ടൈമർ ഓൺ ചെയ്യാം. അവിടെ നമുക്ക് കളർ ജസ്റ്റ് ലൈറ്റ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് 2 സെക്കൻഡ് 15 ഫ്രെയിം കൊണ്ടുവന്നിട്ട് കീ ഫ്രെയിം അവിടെ കൊടുക്കുക. ഈ കീ ഫ്രെയിം ജസ്റ്റ് 14ലേക്ക് മാറ്റിയിട്ട് കളർ നമ്മൾ ബ്ലാക്ക് ആക്കി. 15 സെക്കൻഡ് കളർ ബ്ലാക്ക് ആയി. അതിനുശേഷം സ്റ്റാർട്ടിങ് കീ ഫ്രെയിമും
ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, 29ാമത്തെ കീ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് അവിടെയും നമ്മൾ ബ്ലാക്ക് ആക്കുക. ഓക്കെ, ഇതിപ്പോൾ ആക്കിയതിന് ശേഷം ഈ ഡുവൽ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഇത് സ്ക്രീൻ ആക്കി ഇടുക, റെയിനും സ്ക്രീൻ ആക്കി ഇടുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് യു പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഈ 1 സെക്കൻഡിലാണ് ലൈറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ് കൊടുത്തേക്കുന്നത്. ഈ റെഡ് കളർ ഇത് നമ്മളൊരു 4 ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നമ്മളിതൊരു 4 ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മളൊരു 5 ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കും. ഓക്കെ, 6 ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് അവിടെ നമ്മൾ കളർ ജസ്റ്റ് ബ്ലാക്ക് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ 7 ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ കളർ സെയിം കളർ തന്നെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം 8 ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് ഒരു ഫ്രെയിം കൊടുത്തു. അതിനൊരു 9 കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് അവിടെ നമ്മൾ കളർ ബ്ലാക്ക് കൊടുത്തു. ഓക്കെ, കൊടുത്തു. 10 കൊണ്ടുവന്നിട്ട് ഒരു കീ ഫ്രെയിം കൊടുത്തു. 11 കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മളൊരു കളർ, ഇനി ഒരു 13 കൊണ്ടുവന്നിട്ട് എന്നിട്ട് നമ്മൾ ഒരു കീ ഫ്രെയിം കൊടുത്തു. ഓക്കെ, എന്നിട്ട് 14 കൊണ്ടുവന്നിട്ട് കളർ നമ്മൾ ബ്ലാക്ക് കൊടുത്തു. ഓക്കെ, അതിനുശേഷം 15 കൊണ്ടുവന്നിട്ട് കളർ നമ്മൾ പിന്നെയും സെയിം കളറാക്കി. ഓക്കെ, 16 കൊണ്ടുവന്നിട്ട് 16 കൊണ്ടുവന്നിട്ട് ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് 17 കൊണ്ടു. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു കീ ഫ്രെയിം കൊടുത്തു, കളർ നമ്മൾ ബ്ലാക്ക് കൊടുത്തു. 18 കൊണ്ടുവന്നിട്ട് ഒരു കീ ഫ്രെയിം കൊടുത്തു. 19 കൊണ്ടുവന്ന് അവിടെ നമ്മൾ കളർ നമ്മൾ സെയിം കളർ കൊടുത്തു. കളർ പിന്നെ സെയിം കളർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ലൈറ്റനിങ് വന്നിട്ട് കോർ സെറ്റിങ് വന്ന് ഇതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് ബ്ലൂ ആക്കാം. ഓക്കെ, ബ്ലൂ സെറ്റിങ് വന്നിട്ട് ഇതിൻ്റെ കളർ ജസ്റ്റ് റെഡ് കളറാക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു ലൈറ്റിംഗ് എഫക്റ്റ് കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു ലൈറ്റിംഗ് 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് സെയിം ലൈറ്റിങ് സെയിം തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ പിന്നെ ഡയറക്ഷൻ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം എക്സ്പയർ സെറ്റിംഗ് വന്നിട്ട് അതിനുശേഷം നമ്മൾ ലൈറ്റനിങ് ഫസ്റ്റ് വന്നിട്ട് ഈ കോർ റേഡിയസ് എന്നുള്ളത് നമ്മളൊരു 20 ആക്കുക. കോർ ഓപ്പോസിറ്റ് 100 ആക്കുക. ഓക്കെ, അതുപോലെ ലൈറ്റനിങ് രണ്ടിലും വന്ന്
20 ആക്കുക, opacity 100 ആക്കുക. അതിനുശേഷം നമ്മൾ ലൈറ്റനിങ് ടു സെലക്ട് ചെയ്യാൻ ലൈറ്റനിങ് ടൈപ്പ് എന്നുള്ളത് ടൈപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിക്കുന്നതായിരിക്കും. പ്ലേ നോക്കാം. നമുക്ക് ഇങ്ങനെ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് കളർ, വേറെ ഏതെങ്കിലും ലൈറ്റനിങ്ങിൻ്റെ കളറും വേറെ ഏതെങ്കിലും കൊടുത്ത് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.